കേട്ടിട്ടുണ്ട്. കാണുന്നത് ആദ്യമായിട്ടാ. ഞാൻ കൃഷ്ണമൂർത്തി. ചെറിയ തോതിൽ ബിസിനസ്സൊക്കെ ഉണ്ട്, കേരളത്തിനകത്തും പുറത്തും. അറിയാം. ഈ അടുത്ത ദിവസങ്ങളിൽ താങ്കളെ പറ്റി ഞാനും ഒരുപാട് കേട്ടു. അയ്യോ, കേട്ട അത്ര ഒന്നും ഞാനില്ല. ഇവിടെ വന്നത് തന്നെ എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റാനാ. എന്റെ ഗോഡൌൺ പോലീസ് റെയ്ഡ് ചെയ്തു. കുറെ ജോലിക്കാരെ പിടിച്ചോണ്ടുപോയി. അവരെന്തോ വീട് തല്ലി പൊളിച്ചുവെന്നോ ലോറി കയറ്റിയെന്നോ ഏതോ കുട്ടി മരിച്ചുവെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. വിവരമില്ലാത്തവരല്ലേ, അങ്ങ് ക്ഷമിച്ചുകളാ. MLA ആയിട്ട് ആദ്യമായിട്ട് ഇടപെടുന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കാം. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന നഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. സ്പിരിറ്റ് കയറ്റിയ നിങ്ങളുടെ ലോറി നിയന്ത്രണമില്ലാതെ ഓടിച്ചു കയറ്റിയത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തിലേക്കാ. ആ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ ലോറി കേടുവരുത്തിയെന്നും പറഞ്ഞ് ഉറങ്ങിക്കിടന്ന് നിരപരാധികളായ ആളുകളെ വീട് കയറി തല്ലി. കൃഷ്ണമൂർത്തിക്കെതിരായി ഒരു ഈച്ച പോലും പറക്കാൻ പാടില്ല അത്രേ. പോലീസ് പോലും വരാൻ മടിച്ചു നിങ്ങളെ പേടിച്ചിട്ട്. മനസാക്ഷി ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും പാവങ്ങളെ ഉപദ്രവിക്കരുത്. ഈ കുറ്റപ്പെടുത്തലൊന്നും എനിക്ക് പുതുമയല്ല. കഴിഞ്ഞ കൊല്ലം ഇവിടെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, എന്തോ പേര് മറന്നുപോയി. എന്നെ പറ്റി എന്നും എഴുത്താണ് പത്രത്തിൽ. ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കള്ളക്കടത്തും കൊലപാതകം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ദിവസം രാത്രി അയാൾ ഒരു ലോറി ഇടിച്ച് മരിച്ചുപോയി. ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ ആളുകൾ പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം ചെയ്യിച്ചതെന്നാ. അതുപോലൊരു സർക്കിൾ ഇൻസ്പെക്ടർ കവലയിൽ നിന്ന് അയാൾ വെല്ലുവിളിച്ചു ഇത്രേ, കൃഷ്ണമൂർത്തി ഒതുക്കുമെന്ന്. എന്റെ കഷ്ടകാലത്തിന് പിറ്റേ ദിവസം അയാളുടെ ശവം കൊണ്ട് കടപ്പുറത്ത് കിടക്കുന്നു. അതിനും ഞാൻ ചീത്ത പേര് കേട്ടു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ജോലിക്ക് ആളെ വെക്കുന്നത് ജോലി ചെയ്യാനായിരിക്കണം, ഗുണ്ടായസത്തിനാവരുത്. ഏതായാലും കണ്ടതിൽ വളരെ സന്തോഷം. വരട്ടെ. ആൻഡോ, ഇവർ ഈ നാട് നന്നാക്കിയേ പോകൂ.